ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നീ സ്വഭാവം വെച്ചോണ്ടാ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിലേ ഇനി ഓടാൻ നാട്ടിൽ ഇതുപോലെ വീടുണ്ടായിരുന്നു വരത്തില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇത് കിട്ടിയ എന്നെ ഭാഗ്യം. എവിടെയെങ്കിലും നന്നായാ മതിയായിരുന്നു. ആശക്തിയെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോ പേര് കൊടുത്ത് പൂജിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു. എല്ലാം ചെന്നെത്തുന്നത് ഒരാളിലാ. എനിക്ക് എല്ലാ മതങ്ങളും ഇഷ്ടാ. എല്ലാ ദൈവങ്ങളും ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ നന്മയാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ദൈവങ്ങളെ വേർതിരിച്ച് കാണുന്നത്? മോളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞങ്ങളുടെ ഒപ്പം കൂടുന്ന ആളാണെന്ന്. എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ വ്യക്തമായി സംസാരിക്കാൻ പറ്റൂ. ദൈവങ്ങളെ നമുക്ക് ദാ ഇവിടെ വെച്ചാലോ? ആ, അവിടെ വെക്കാം മോളെ. ആ, ഇവിടെയാകുമ്പോ എനിക്ക് ദിവസവും വിളക്ക് വെച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എന്റെ കൃഷ്ണ, ഞങ്ങളിതാ യാത്ര ഇവിടം വരെ എത്തി നിൽക്ക. ഇനി എങ്ങനെ മുന്നോട്ട് പോണെന്ന് നീ തന്നെ തീരുമാനിച്ചാ മതി. അയ്യോ, ഇവിടെ പൊട്ടലുണ്ടായിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ പറ്റി? നോക്കട്ടെ. ശരിയാണല്ലോ, പൊട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെ കളറും പോയിട്ടുണ്ട്. പക്ഷെ കൃഷ്ണനൊന്നും പറ്റിയിട്ടില്ല. അതല്ല മോളെ, വീട്ടിലുള്ള വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നത് ആ വീട്ടിലുള്ളവർക്ക് കഷ്ടകാലം വരുമ്പോഴാന്നാ പറയുന്നേ. ഇനി എന്ത് കഷ്ടകാലം വരാനാ പാമേ? ഉണ്ടായിരുന്നെല്ലാം തച്ചുടച്ച് കൂടും കുടുക്ക എടുത്ത് രാഖി രാമാൻ ഇറങ്ങിയതല്ലേ. മുന്നോട്ടിനി എങ്ങനെ ജീവിക്കണമെന്നും അറിയത്തില്ല. ഇതിൽ കൂടുതൽ നമുക്കിനി എന്തോ വരാനാ? ഭൂമിയോളം താന്നാ പിന്നെ പോകാൻ പാതാളമേ ഉള്ളൂ. ഇനി മറ്റൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ ശിഷ്ടകാലം ജീവിച്ച് തീർക്കാം. ഇനിയൊരു വീടെന്ന സ്വപ്നമൊന്നും എനിക്കില്ല. അതിനുള്ള പാങ്ങും എനിക്കിനിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ. ഈ വീട്ടിൽ നിന്ന് എന്റെ ബാപ്പച്ചിക്കുള്ളതെല്ലാം ഉണ്ടാക്കിയതെന്ന് എപ്പോഴും പറയും. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തന്നെ ഞങ്ങളും കയറി വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ബാപ്പച്ചി ഞങ്ങൾക്ക് വേണ്ടിട്ട്. എന്റെ ചെറുപ്പത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ബാപ്പച്ചി പറയുന്ന ഒരു വാക്കുണ്ട്, സമയം. അത് വരും. അത് വന്നാ എല്ലാം മാറുന്നേ. അത് തന്നെയാ എനിക്ക് രണ്ടുപേരോടും പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനിയും സ്വന്തമായി ഒരു വീടുണ്ടാക്കാനും അതിൽ താമസിക്കാനും ഒരു സമയം വരും. അതിനുവേണ്ടി നിങ്ങൾക്കൊപ്പം ഒരാൾ കൂടി പ്രാർത്ഥിക്കാനുണ്ടെന്ന് കൂട്ടിക്കോളൂ. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. വിളക്ക് സാധനങ്ങളൊക്കെ നിക്കേ. വിഷ്ണുവേട്ടൻ ഇന്ന് പോണ്ടേ? എന്നാ ഞാൻ അപ്പുറത്തുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നല്ല ഗുരുത്വമുള്ള കുട്ടിയാ. അല്ല, ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത്രയും സ്നേഹമുള്ള കുട്ടികളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. അത്രയ്ക്കുണ്ട് ഐശ്വര്യം. എന്തായാലും ആ കുട്ടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് പറഞ്ഞാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സുബേർക്കോട് പറഞ്ഞോളാം. എന്നാലേ ഞാൻ പോയിട്ട് വരച്ചാ. അല്ല, നീ ഇതെങ്ങോട്ട് പോന്നു? അല്ല, ഞാൻ ജോലിക്ക് പോണവരെങ്ങ് പറഞ്ഞിരുന്നില്ലേ, ആ സുബേർക്കയുടെ ലോറിയിലാ എനിക്ക് പണി. അല്ല, ലോറിയിൽ എന്തു പണി? അല്ല, ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ലോറിയിലെ ഡ്രൈവറാ. ആ ബന്ധം കൊണ്ടാ സുബേർക്ക് നമുക്ക് വേണ്ടിട്ട് ഈ ഉപകാരങ്ങളൊക്കെ ചെയ്തിരുന്നേ. നല്ല മനുഷ്യനാ സുബേർ. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സഹായിക്കുന്ന ആളാ. എടാ, ലോറി എങ്കിൽ ലോറി പറയാ ഒരു പണിയാവുമല്ലോ.
അല്ലെങ്കിലും ഇനി കഴിയാൻ പറമ്പിൽ നിന്ന് ആദായമൊന്നും ഇല്ലല്ലോ. പണിയെടുത്ത് തന്നെ കഴിയണം. അതിന് ഈ ജോലിയൊക്കെയാണോ തെരഞ്ഞെടുക്കേണ്ടത്? കണ്ടവന്മാരെ പോലെയൊക്കെ സത്യഭാമയുടെ മകൻ ലോറിയിലൊക്കെ തിന്നുന്നത് തരുന്നു എന്നാൽ അഭിമാനം വിട്ടില്ല. ഭാമേ, എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഇന്നവർക്ക് ഇന്നത് മാത്രമേ ആവാവുന്നൊന്നുമില്ല. അന്തസ്സുള്ള ഏത് ജോലിയും എടുക്കാം. അവൻ പോകുന്നതേ പിടിച്ചു പറിക്കാനും ഗുണ്ടാ പണിക്കൊന്നും അല്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോഴേ ഇതത്ര മോശപ്പെട്ട ജോലിയൊന്നും അല്ല. അമ്മയുടെ മകൻ ഇതുവരെ ഒരു ജോലിക്കായിട്ടേ നമ്മൾ സഹായിച്ച പലരെയും പോയിട്ട് കണ്ടു. മനസ്സിലായോ? എവിടെ പോയാലും എന്നെ പോലെ ഒരാളെ സഹായിക്കാൻ അവർ തയ്യാറല്ല. അവിടെയാണ് ഞാൻ ഈ സുബൈർക്കയുടെ വില മനസ്സിലാക്കിയത്. ജോലി വരെ മാത്രമല്ല ചെയ്തേ, നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു വലിയ കാര്യം കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അമ്മേ, എനിക്കിത് വലിയ കുറച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. എടാ, നീ പറഞ്ഞ ശരിയാടാ. നിന്റെ തീരുമാനവും നല്ലത് തന്നെ. ദേ, ഭാമ പറയുന്നത് നീ കാര്യമാക്കണ്ട. എടാ, നിന്റെ പഠിപ്പ് വെച്ച് മറ്റൊരു ജോലി നോക്കി പോകുന്നതിനേക്കാൾ നല്ലതേ ഇത് തന്നെയാടാ. രാഘവേട്ട, എന്നാലും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ ഭാമ, ഇനി ആ വാക്ക് നീ മിണ്ടരുത്. നിന്റെ നിലയും വിലയും അതെ, അതൊക്കെ നമ്മുടെ പഴയ വീടിന് മുമ്പിൽ കുഴിച്ചിട്ടു. എന്നിട്ടാ രാഘവൻ ആ പടി ഇറങ്ങിയത്. നീയും അങ്ങനെ തന്നെ വേണം. കുഴിച്ചു മൂടണം നിന്റെ അഹന്തയും ആഭിജാത്യവും ഒക്കെ. ഇതൊന്നും കലത്തിലിട്ട് വേവിച്ചാലേ ചോറൊന്നും ആവത്തില്ല ഭാമേ. ചോറാവണമെങ്കിലേ അധ്വാനിക്കുക തന്നെ വേണം. നീ നിന്റെ ജോലിക്ക് പോട്ടുവാടാ. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നതേ നീ കൊണ്ടിരുന്ന കാശുകൊണ്ടാ. അഭിമാനത്തോടെ നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. സൗകര്യമുള്ള ആൾക്കാർക്ക് അത് കഴിച്ചാൽ മതി. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. എന്നാലും രാഘവേട്ട, അവൻ ഇത്രയൊക്കെ അധപതിച്ചിട്ടും ഒരു തരം പോലും കുറഞ്ഞില്ലല്ലോ നിന്റെ തൻപ്രമാണത്വം. ഇനി നീ സ്വഭാവം വെച്ചോണ്ടാ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിലേ ഇനി ഓടാൻ നാട്ടിൽ ഇതുപോലെ വീടുണ്ടായി വരത്തില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇത് കിട്ടിയ എന്നെ ഭാഗ്യം. എവിടെയെങ്കിലും നന്നായാ മതിയായിരുന്നു.